Magnetism as a relativistic phenomenon. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഈ മെക്കാനിക്സിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന്റെ നിയമങ്ങളെ എങ്ങനെ മോഡിഫൈ ചെയ്യണം, നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുമായിട്ട് കൺസിസ്റ്റന്റ് ആകുന്ന രീതിയിൽ എങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാം എന്ന് കണ്ടു. മൊമെന്റത്തിന്റെ ഡെഫിനേഷൻ, അതുപോലെ ഈക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെ നമുക്ക് മാനിഫെസ്റ്റ്ലി ലോറൻസ് കൊവേരിയന്റ് ആയിട്ട്, മാനിഫെസ്റ്റ്ലി ലോറൻസ് കൊവേരിയന്റ് ആയിട്ട് പറഞ്ഞാൽ 4 വെക്ടേഴ്സിന്റെയും 4 ടെൻസേഴ്സിന്റെയും ടേംസിൽ എഴുതുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ കാണുന്നുണ്ട്, എഫ് മ്യൂ ഇസ് ഈക്വൽ ടു സംതിങ് ലൈക്ക് കെ മ്യൂ ഇസ് ഈക്വൽ ടു dp mu by d tau. ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണുകയാണെങ്കിൽ നമുക്കിത് ഒറ്റ നോട്ടത്തിൽ തന്നെ ലോറൻസ് കൊവേരിയന്റ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം രണ്ട് സൈഡിലുള്ള 4 വെക്ടേഴ്സ് ആണ്. 4 വെക്ടേഴ്സ് ആസ് സച്ച് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ചേഞ്ച് ചെയ്യില്ല, റൈറ്റ്? കോമ്പണൻസ് ചേഞ്ച് ചെയ്യും, പക്ഷേ രണ്ട് സൈഡിലും കോമ്പണൻസ് ചേഞ്ച് ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കും, റൈറ്റ്? സോ ഈ രീതിയിൽ ഇക്വേഷൻസ് എഴുതണം. ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ ആ രീതിയിൽ എങ്ങനെ മോഡിഫിക്കേഷൻസ് വരുത്താം, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിട്ട് എങ്ങനെ കൺസിസ്റ്റന്റ് ആക്കാം എന്നൊക്കെ നമ്മൾ കണ്ടു. അടുത്ത ചോദ്യം വരാം, ഇലക്ട്രോഡൈനാമിക്സിനെ ഇതുപോലെ നമുക്ക് ചെയ്യേണ്ടത്. ഇലക്ട്രോഡൈനാമിക്സിന്റെ നിയമങ്ങൾ നമ്മൾ നോക്കുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. മാക്സ്വെൽസ് ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ലോറൻസ് കൊവേരിയന്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ മാക്സ്വെൽസ് ഇക്വേഷൻ ആക്ച്വലി ലോറൻസ് കൊവേരിയന്റ് ആണ്. അതിന് ഓൾറെഡി ആ സിമെട്രി ഉണ്ട്. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണെങ്കിൽ മാക്സ്വെൽസ് ഇക്വേഷൻസിന്റെ ഫോം ചേഞ്ച് ചെയ്യുന്നില്ല, ഇറ്റ് ഡസന്റ് ചേഞ്ച്. പക്ഷെ മാനിഫെസ്റ്റ്ലി ലോറൻസ് കൊവേരിയന്റ് അല്ല. അപ്പൊ അതിന് ഈ രീതിയിലുള്ള 4 വെക്ടേഴ്സിന്റെയും 4 ടെൻസേഴ്സ്, രണ്ട് സൈഡിലും ഇക്വേഷന്റെ രണ്ട് സൈഡിലും 4 വെക്ടേഴ്സോ 4 ടെൻസേഴ്സോ ആണെങ്കിൽ അത് മാനിഫെസ്റ്റ്ലി ലോറൻസ് കൊവേരിയന്റ് ആണെന്ന് പറയും. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ മാറ്റി എഴുതാം. അതായത് നമ്മുടെ ഒരു എയിമാണ്, നമ്മൾ അടുത്ത ക്ലാസ്സിലോ അതിന്റെ അടുത്ത ക്ലാസ്സിലോ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ഓൾറെഡി ലോറൻസ് കൊവേരിയന്റ് ആണ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഓൾറെഡി റിലേറ്റിവിസ്റ്റിക് ആണ്. ഓൾറെഡി അത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിട്ട് കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ റിലേറ്റിവിറ്റിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണാൻ പോകുന്നത്. അതായത് മാഗ്നറ്റിസം എന്ന് പറയുന്ന റിലേറ്റിവിസ്റ്റിക് ഫിനോമിനൻ ആണ്. അതായത് നമുക്ക് മാഗ്നറ്റിസം എന്നുള്ള ഫോഴ്സിനെ പറ്റി അറിയില്ല എന്ന് കരുതുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ പറ്റി മാത്രമേ നമുക്ക് അറിയുള്ളൂ, ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയുള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സും റിലേറ്റിവിറ്റിയും നമുക്ക് അറിയാമെങ്കിൽ മാഗ്നറ്റിസം എന്നുള്ളൊരു ഫോഴ്സും കൂടെ ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് ഇൻഫർ ചെയ്യാൻ കഴിയും, റൈറ്റ്? അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സും റിലേറ്റിവിറ്റി ഉപയോഗിച്ച് മാഗ്നറ്റിസത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതുപോലെ ഈ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ എ കറന്റ് ക്യാരിയിങ് വയർ ആൻഡ് എ മൂവിംഗ് ചാർജ്. കറന്റ് ക്യാരിയിങ് വയറും ഒരു മൂവിംഗ് ചാർജ് തമ്മിലുള്ള ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിസത്തിന്റെ നിയമങ്ങൾ ഉപയോഗിക്കാതെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇറ്റ് വിൽ ബി ജസ്റ്റ് യൂസിങ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ നിയമങ്ങളും അതുപോലെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസും ഇത്ര നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ രണ്ട് ഫ്രെയിമുകളാണ് എടുക്കുന്നത്. ആദ്യം നമ്മുടെ ഫ്രെയിം എസ് എന്ന് വിളിക്കുന്ന ഫ്രെയിം നോക്കാം. ഈ ഫ്രെയിമിൽ നമുക്കൊരു സ്ട്രിങ് ഓഫ് പോസിറ്റീവ് ചാർജസ് ഉണ്ട്. വി ഹാവ് എ സ്ട്രിങ് ഓഫ് പോസിറ്റീവ് ചാർജസ്. ഈ പോസിറ്റീവ് ചാർജസ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാണ്, എക്സ് ഡയറക്ഷനിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാണ്. അതിന്റെ സ്പീഡ് വി ആണ്. ഓക്കെ, ഇത് ഫ്രെയിം എസിൽ നിന്നുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. അതായത് ഫ്രെയിം എസിൽ നിന്ന് ഒരു ഒബ്സർവർ കാണുന്നതാണ്. ഈ ഫ്രെയിമിൽ you have got a conductor, right? A string of positive charges, and these positive charges are moving to the right. Okay, there is current ഉണ്ട്, current carrying conductor. അതുപോലെ നമ്മൾ അസ്യൂം ചെയ്യുന്ന ചാർജസ് വളരെ അടുത്തടുത്താണ്. അതുകൊണ്ട് നമുക്കൊരു കണ്ടിന്യൂസ് ലൈൻ ചാർജ് ആയിട്ട് കണക്കാക്കാം. പിന്നെ നമുക്കൊരു കണ്ടിന്യൂസ് ലൈൻ ചാർജ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അതുപോലെ ഈ പോസിറ്റീവ് സ്ട്രിങ്ങിന്റെ കൂടെ ഒരു നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള സ്ട്രിങ്ങും കൂടെ ഉണ്ട്. അതിന്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മൈനസ് ലാംഡയാണ്. അതായത് പോസിറ്റീവ് ചാർജസിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ലാംഡയാണ്. ലാംഡ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ചാർജ് പെർ ലെങ്ത് എന്നുള്ളതാണ്. ഇതിനാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ചാർജസ് വളരെ അടുത്തടുത്താണെങ്കിൽ വി ഡോണ്ട് കൗണ്ട് ദം സെപ്പറേറ്റ്ലി, വി കൺസിഡർ ദം ആസ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഡെൻസിറ്റിയുടെ ടേംസിൽ പറയുന്നത്. ഈ പോസിറ്റീവ് സ്ട്രിങ്ങിൽ ഒരു നെഗറ്റീവ് സ്ട്രിങ് സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലൈൻ ചാർജ് ഡെൻസിറ്റി പറയുമ്പോൾ മൈനസ് ലാംഡയാണ്. കാരണം ചാർജിന്റെ സൈൻ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സ്പീഡ്, ഈ നെഗറ്റീവ് ചാർജസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വി തന്നെയാണ്, പക്ഷെ അത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. റൈറ്റ്? അപ്പൊ നമ്മുടെ എസ് ഫ്രെയിമിന്റെ വ്യൂ ഇതാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന കുറച്ച് ചാർജസ് ഉണ്ട്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന കുറച്ച് ചാർജസ് ഉണ്ട്, അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന കുറച്ച് നെഗറ്റീവ് ചാർജസും ഉണ്ട്. അപ്പൊ അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ we have got some negative charges moving to the left. ഇത് ഫ്രെയിം എസിൽ നിന്നുള്ള വ്യൂ ആണ്. and we have got some positive charges moving to the right. Alright, ഇത് മാത്രമല്ല നമുക്കൊരു ടെസ്റ്റ് ചാർജ് Q എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജും കൂടെ ഉണ്ട്. ഈ ടെസ്റ്റ് ചാർജ് റൈറ്റ് സൈഡിലേക്ക് U എന്ന് പറയുന്ന സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. there is a test charge that moves towards the right at a speed U.
അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസിൽ മാത്രമാണ് നമ്മുടെ എല്ലാ വെലോസിറ്റീസും ഉള്ളത്. ചാർജസ് മൂവ് ചെയ്യുന്നതും ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുന്നതെല്ലാം എക്സ് ഡയറക്ഷനിലാണ്. ഓക്കെ, പോസിറ്റീവ് ചാർജസ് പ്ലസ് എക്സ് ഡയറക്ഷനിൽ, നെഗറ്റീവ് ചാർജസ് മൈനസ് എക്സ് ഡയറക്ഷനിൽ. നമ്മുടെ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, right, with the speed u. So there are so many velocities involved here. You should remember which is which. ഓക്കെ, അപ്പൊ നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഓക്കെ, ഈ കണ്ടക്ടറിലുള്ള കറണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. വാട്ട്സ് ദ കറണ്ട് ഇൻ ദിസ് കണ്ടക്ടർ? നമ്മൾ കറണ്ട് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൺവെൻഷൻ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജസിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജസിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണുകൾ നെഗറ്റീവ് ചാർജിലാണ്, നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണ് ആക്ച്വലി ഫ്ലോ ചെയ്യുന്നത് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ സെറ്റായ കൺവെൻഷനാണ്. അതുകൊണ്ടാണ് ആ കൺവെൻഷൻ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഫ്ലോ ഓഫ് നെഗറ്റീവ് ചാർജസ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇറ്റ്സ് ആസ് എ കറണ്ട് ടു ദ റൈറ്റ്. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് ചാർജസ് ഫ്ലോ ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് ചാർജസ് മൂവ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് ചാർജസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു കറണ്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കണ്ടക്ടർ നമ്മുടെ ഫ്രെയിം എസ്, നമ്മളിപ്പോ എസ് ഫ്രെയിമിലെ വ്യൂ ആണ് പറഞ്ഞത്. ഫ്രെയിം എസിൽ ഈ കണ്ടക്ടറിലുള്ള ടോട്ടൽ കറണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പോസിറ്റീവ് ചാർജ് കാരണമുള്ള കറണ്ട് I1 ആണ്. ഇറ്റ്സ് ഈക്വൽ ടു ലാംഡ മൾട്ടിപ്ലൈഡ് ബൈ വി, അതായത് ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി. ഇത് കറണ്ട് ആണെന്ന് കാണാൻ ബുദ്ധിമുട്ടില്ല, കാരണം ഡെൻസിറ്റി നമ്മൾ വെറുതെ ഡയമെൻഷൻ അനാലിസിസ് നടത്തി നോക്കുകയാണെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് പെർ ലെങ്ത് ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. Alright, you see that this has the units of current, charge per time. Alright, so that's clear that the current is given by charge density multiplied by velocity. Okay, അതുപോലെ നെഗറ്റീവ് ചാർജ് കാരണം ഒരു കറണ്ട് ഉണ്ട്. നെഗറ്റീവ് ചാർജ് കാരണമുള്ള കറണ്ടും റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ I2 എന്ന് എഴുതുന്നത് I2 is equal to ലാംഡ വി. കാരണം നെഗറ്റീവ് ചാർജസ് ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് കാരണം പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇറ്റ്സ് എക്സാക്ട്ലി ദ സെയിം, ലാംഡ വി ലാംഡ വി. സോ ദ ടോട്ടൽ കറണ്ട് ഇസ് ട്വൈസ് ലാംഡ വി. റൈറ്റ്, നമ്മുടെ ഫ്രെയിം എസിലുള്ള കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്ത സെറ്റപ്പിലുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ട്വൈസ് ലാംഡ വി എന്നുള്ളതാണ്. Okay, ഇനി at a distance s away there is a point charge q moving to the right at speed u. Right, u എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് ദിസ് u is less than v. ഓക്കെ, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ചാർജിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, ഈ ടെസ്റ്റ് ചാർജിന്റെ സ്പീഡ് എന്ന് പറയുന്നത് കണ്ടക്ടറിലുള്ള ചാർജസിന്റെ സ്പീഡിനേക്കാളും കുറവാണ്. u is less than v. ഓക്കെ, അപ്പൊ ഈ സ്ട്രിംഗ് എന്ന് പറയുന്നത് ഫ്രെയിം എസിലെ റെസ്റ്റിലാണ്. ഈ ഫ്രെയിമിലുള്ള നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ഈ ഫ്രെയിമിൽ ഒരു കറണ്ട് ഉണ്ട്, പക്ഷെ കറണ്ട് അല്ല, നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് തൽക്കാലം മാഗ്നറ്റിസത്തെ കുറിച്ച് അറിയില്ല. കറണ്ട് ആണ് മാഗ്നറ്റിസത്തിന് കാരണമാണ്. ബട്ട് ലെറ്റ്സ് അസ്യൂം വി ഡോണ്ട് നോ അബൌട്ട് മാഗ്നറ്റിസം. ഇലക്ട്രിക് ഫോഴ്സ് എന്തെങ്കിലും ഫ്രെയിം എസിൽ ഉണ്ടോ നോക്കുകയാണെങ്കിൽ, അതായത് യു എന്നുള്ള പോസിറ്റീവ് ചാർജിൽ ഈ കണ്ടക്ടർ കാരണം എന്തെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. ക്യൂ എന്നുള്ള ചാർജിൽ ഈ കണ്ടക്ടർ കാരണം ദിസ് കണ്ടക്ടർ നമ്മൾ സ്പെസിഫൈ ചെയ്തതുപോലെ ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ്, ഇറ്റ്സ് മൂവിങ് വിത്ത് സ്പീഡ് യു. റൈറ്റ്, പക്ഷേ ഈ ഫ്രെയിം എസിൽ നെറ്റ് ചാർജ് ഓൺ ദിസ് കണ്ടക്ടർ ഇസ് 0. നെറ്റ് ചാർജ് 0 ആണ്, കാരണം എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. Right, രണ്ടിന്റെയും ഡെൻസിറ്റി സെയിം ആണ്. സോ ദ നെറ്റ് ചാർജ് ഇൻ ദിസ് ഫ്രെയിം ഇസ് 0. സോ ദർ ഇസ് നോ ഇലക്ട്രിക് ഫോഴ്സ് ഓൺ ക്യൂ ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് എസ്. നമ്മൾ ഈ പറഞ്ഞ എസ് ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിന്റെ മുകളിൽ ഇലക്ട്രിക് ഫോഴ്സ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഫ്രെയിം എസിന്റെ വ്യൂ പോയിന്റ് കണ്ടു. അടുത്ത ഫ്രെയിം എസ് ബാറിന്റെ വ്യൂ പോയിന്റ് ആണ്. ഫ്രെയിം എസ് ബാർ എന്ന് പറയുന്ന സ്പെസിഫിക്കേഷൻ ഇതാണ്. വി കൺസിഡർ അനദർ ഫ്രെയിം വിച്ച് മൂവ്സ് ടുവേർഡ്സ് ദ റൈറ്റ് വിത്ത് സ്പീഡ് യു. അതായത് ഈ ചാർജ് എസ് ഫ്രെയിമിൽ ഈ ചാർജ് മൂവ് ചെയ്യുന്ന ക്യൂ എന്നുള്ള ചാർജ് മൂവ് ചെയ്യുന്ന സ്പീഡാണ് യു. എസ് ബാർ എന്ന് പറയുന്നത് ക്യൂ എന്നുള്ള ചാർജ് റെസ്റ്റിലുള്ള ഫ്രെയിമാണ്, അതായത് ക്യൂ എന്നുള്ള ചാർജിന്റെ ഒപ്പം മൂവ് ചെയ്യുന്ന ഫ്രെയിമാണ്. സോ എസ് ബാർ മൂവ്സ് ടുവേർഡ്സ് ദ റൈറ്റ് വിത്ത് സ്പീഡ് യു. അതായത് ക്യൂ എന്നുള്ള ചാർജിന്റെ റെസ്റ്റ് ഫ്രെയിമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ടാമത്തെ ഫ്രെയിം എസ് ബാർ എന്ന് പറയുന്നത്. എസ് ബാർ മൂവ്സ് വിത്ത് സ്പീഡ് യു വിത്ത് റെസ്പെക്ട് ടു എസ് ടുവേർഡ്സ് ദ റൈറ്റ്. ദിസ് ഇസ് ദ റെസ്റ്റ് ഫ്രെയിം ഓഫ് ചാർജ് ക്യൂ. അപ്പൊ ഇനി എസ് ബാർ എന്നുള്ള ഫ്രെയിമിൽ ഈ ചാർജസിന്റെ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എസ് ബാർ എന്നുള്ള ഫ്രെയിം എസ് എന്നുള്ള ഫ്രെയിമിനെ അപേക്ഷിച്ച് യു എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എസ് ബാർ എന്നുള്ള ഫ്രെയിമിൽ നിന്ന് നമ്മൾ ഈ ചാർജസിന്റെ വെലോസിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കുള്ള ഇൻഫർമേഷൻ എസ് എന്നുള്ള ഫ്രെയിമിൽ ചാർജസിന്റെ വെലോസിറ്റി വി ആൻഡ് പ്ലസ് വി ആൻഡ് മൈനസ് വി.
plus v and minus v, അതിന്റെ മാഗ്നിറ്റ്യൂഡ് v ആണ്. റൈറ്റ്, ആൻഡ് യു ആർ ലുക്കിംഗ് അറ്റ് ദ സെയിം, ഈ ചാർജസിനെ നമ്മൾ എസ് ബാർ എന്നുള്ള ഫ്രെയിമിൽ നോക്കുകയാണ്. എസ് ബാർ ഇസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി u ടുവേർഡ്സ് ദ റൈറ്റ്, ടുവേർഡ്സ് ദ റൈറ്റ്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എസ് ബാറിനെ അപേക്ഷിച്ച് ഈ ചാർജസിന്റെ വെലോസിറ്റി എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് വേണം. ഈ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഐൻസ്റ്റൈൻസ് വെലോസിറ്റി അഡീഷൻ റൂളാണ്. ഐൻസ്റ്റൈൻസ് വെലോസിറ്റി അഡീഷൻ റൂൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജസ്, പോസിറ്റീവ് ചാർജസ് എസ് ഫ്രെയിമിൽ വി എന്നുള്ള സ്പീഡിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. നമ്മൾ എസ് ബാർ എന്ന് പറയുന്നത് യു എന്നുള്ള സ്പീഡിൽ വി എന്നുള്ള സ്പീഡിനേക്കാളും കുറവാണ്. ഈ ആരോയുടെ ലെങ്ത് സ്പീഡിനെ സൂചിപ്പിക്കുന്നു. യു എന്നുള്ള സ്പീഡ് വി എന്നുള്ള സ്പീഡിനേക്കാളും കുറവാണ്. അപ്പോൾ വി എസ് എന്നുള്ള ഫ്രെയിമിൽ വി എന്നുള്ള സ്പീഡിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യാണ് പോസിറ്റീവ് ചാർജസ്. അതിന് പാരലായിട്ട് യു എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ട് ഇതേ ചാർജസിനെ നോക്കുകയാണെങ്കിൽ ഈ വി എന്നുള്ള വെലോസിറ്റിയേക്കാളും കുറഞ്ഞ വെലോസിറ്റി ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുക. അതായത് യു എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വിയേക്കാളും കുറഞ്ഞ സ്പീഡായിരിക്കും നമ്മൾ മെഷർ ചെയ്യുക. നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ റൂൾസ് ആണെങ്കിൽ ദിസ് വെലോസിറ്റി വുഡ് സിംപ്ലി ബി വി മൈനസ് യു. പക്ഷേ തിങ്സ് ആർ എ ലിറ്റിൽ ബിറ്റ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദാറ്റ്. വി മൈനസ് യു എന്നുള്ള ഫാക്ടർ മാത്രമല്ല, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെലോസിറ്റി അഡീഷൻ റൂൾ, ഐൻസ്റ്റൈൻസ് വെലോസിറ്റി അഡീഷൻ റൂൾ നമുക്ക് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഡയറക്റ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യുന്ന ഒന്നാണ്. ഇറ്റ് സേസ് ദാറ്റ് വി പ്ലസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജസിന്റെ സ്പീഡ്, ആൻഡ് വി മൈനസ് യു ഡിവൈഡ് ബൈ 1 മൈനസ് വി യു ബൈ സി സ്ക്വയർ. ഇത് വി എന്നുള്ള സ്പീഡിനേക്കാളും കുറവാണ് ഒബ്വിയസ്ലി. അതായത് യു എന്നുള്ള സ്പീഡ് വിക്ക് ഈക്വൽ ആണെങ്കിൽ വി പ്ലസ് എന്ന് പറയുന്നത് 0 ആണ്. അതേസമയം നെഗറ്റീവ് ചാർജസ് മൂവ് ചെയ്യുന്നത് മൈനസ് എക്സ് ഡയറക്ഷനിലാണ്. നമ്മുടെ സെറ്റപ്പിൽ നെഗറ്റീവ് ചാർജസ് മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് ചാർജസിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ യു എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടാണ് അതിന്റെ വെലോസിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, this is v for negative charges, and you are measuring the speed of the same charges from a frame that moves towards the right in the opposite direction with a speed u. അപ്പൊ നമ്മൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ട് അതിന്റെ സ്പീഡ് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്പീഡ് വർദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുക. ഇവിടെ വി മൈനസ് യു ആണെങ്കിൽ ഇവിടെ വി പ്ലസ് യു ആയിരിക്കും. സോ ഐൻസ്റ്റൈൻസ് വെലോസിറ്റി അഡീഷൻ റൂൾ സേസ് ദാറ്റ് വി മൈനസ് ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി യു ബൈ സി സ്ക്വയർ. വി പ്ലസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജസിന്റെ സ്പീഡാണ്, വി മൈനസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജസിന്റെ സ്പീഡാണ്. ഇവിടെ നമ്മൾ ക്ലിയർലി കാണുന്ന ഒരു കാര്യം, ഇത് ഗലീലിയൻ വെലോസിറ്റി അഡീഷൻ റൂൾ ഉപയോഗിച്ചാൽ നമ്മൾ കാണുന്ന കാര്യമാണ്. വി മൈനസ് ഇസ് ഗ്രേറ്റർ ദാൻ വി പ്ലസ്. വി മൈനസ് ഇസ് ഗ്രേറ്റർ ദാൻ വി പ്ലസ്. ഓക്കെ, ഇത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ യൂഷ്വൽ ഗലീലിയൻ അഡീഷൻ റൂൾ ചെയ്താലും വി മൈനസ് വിൽ ബി ലെസ് ഗ്രേറ്റർ ദാൻ വി പ്ലസ്. വി മൈനസ് വിൽ ബി ഗ്രേറ്റർ ദാൻ വി പ്ലസ്. So Galilean velocity addition rule ഉപയോഗിക്കുകയാണെങ്കിൽ v plus will be equal to v minus u and v minus will be equal to v plus u. Right? This condition is the same. പക്ഷേ കൃത്യം എത്രയായിരിക്കും സ്പീഡ് എന്നുള്ള കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. We have to make a relativistic calculation using Einstein's velocity addition rule. So what we have here, we have that the negative charges are moving at a greater speed in the frame s bar. Right? s bar എന്നുള്ള ഫ്രെയിമിൽ നെഗറ്റീവ് ചാർജസ് കൂടുതൽ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഇത് നമുക്ക് പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടി കുറച്ച് കോമ്പാക്റ്റ് ആയിട്ട് എഴുതാം. നമ്മൾ വി പ്ലസ് മൈനസ് എന്നാണ് എഴുതുന്നത്. വി പ്ലസ് മൈനസ്. വി പ്ലസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജസിന്റെ സ്പീഡാണ്, വി മൈനസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജസിന്റെ സ്പീഡാണ്. വി പ്ലസ് എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയുള്ള മുകളിലുള്ള സൈനാണ് നമ്മൾ എടുക്കേണ്ടത്. സോ വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ 1 മൈനസ് വി യു ബൈ സി സ്ക്വയർ. വി മൈനസ് ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡ് ബൈ 1 പ്ലസ് വി യു ബൈ സി സ്ക്വയർ. ഇതൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള നൊട്ടേഷനാണ്. ഇനി ഇവിടെ ഒരു ചെറിയ റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് വരുന്നുണ്ട്. വി മൈനസ് എന്ന് പറയുന്നത് വി പ്ലസിനേക്കാളും കൂടുതലാണ്. നെഗറ്റീവ് ചാർജസ് മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജസിന്റെ സ്പീഡിനേക്കാളും കൂടുതലാണ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ, നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ലോറൻസ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്, ലെങ്ത് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ലോറൻസ് കോൺട്രാക്ഷൻ, ലോറൻസ് ഫിറ്റ്സ്ജെറാൾഡ് കോൺട്രാക്ഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ എന്നൊക്കെ പറയും. സോ ഇഫ് യു മെഷർ the object of a moving, so the length of a moving object, you will see that L is equal to L0 square root of 1 minus v square by c square. Right? v എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സ്പീഡ് ആണെങ്കിൽ നമ്മൾ കാണുന്നത് അതിന്റെ പ്രോപ്പർ ലെങ്ത്, ഓക്കെ, ഒബ്ജക്റ്റ് റെസ്റ്റിലുള്ള ഫ്രെയിമിൽ നിന്ന് കാണുന്ന ലെങ്ത്തിനേക്കാളും കുറവായിരിക്കും വേറെ ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുന്ന ലെങ്ത്. ഇതിനാണ് നമ്മൾ ലോറൻസ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെങ്ത് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ L0 ഡിവൈഡ് ബൈ ഗാമ എന്ന് എഴുതാം. ഈ കേസിൽ നെഗറ്റീവ് ചാർജസിന്റെ ഇടയിലുള്ള സ്പേസിംഗും കോൺട്രാക്റ്റഡ് ആവുന്നുണ്ട്, പോസിറ്റീവ് ചാർജസിന്റെ ഇടയിലുള്ള സ്പേസിംഗും കോൺട്രാക്റ്റഡ് ആവുന്നുണ്ട്, ഡ്യൂ ടു ലെങ്ത് കോൺട്രാക്ഷൻ, ബിക്കോസ് ബോത്ത് ദീസ് ചാർജസ് ആർ മൂവിങ്. പക്ഷെ എന്താണ്, ദ കോൺട്രാക്ഷൻ ഓഫ് സ്പേസിംഗ് ബിറ്റ്വീൻ നെഗറ്റീവ് ചാർജസ് ഇസ് ഗ്രേറ്റർ ദാൻ ദ കോൺട്രാക്ഷൻ ഓഫ് സ്പേസിംഗ് ബിറ്റ്വീൻ പോസിറ്റീവ് ചാർജസ്. നെഗറ്റീവ് ചാർജസ് കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ചാർജസിന്റെ ഇടയിലുള്ള സ്പേസിംഗിന്റെ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ സിവിയർ
when compared to the contraction of spacing between the positive charges, right? So അതുകൊണ്ട് line charge നമ്മൾ define ചെയ്ത് it's a charge per unit length. Okay, total charge divided by length. Charge divided by length. Length change ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? The line charge density also changes. The charge density also changes. Alright, അതായത് total length change ചെയ്യുകയാണെങ്കിൽ total number of charges divided by length എന്ന് പറയുന്നത് change ചെയ്യും. Okay, charge എന്ന് പറയുന്നത് relativistically invariant ആണ്. It doesn't change. Alright, length മാത്രമേ change ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് പോസിറ്റീവ് ചാർജസ് കോൺട്രാക്റ്റഡ് ആകുന്നതിനേക്കാളും കൂടുതൽ നെഗറ്റീവ് ചാർജസ് കോൺട്രാക്റ്റഡ് ആകുന്നുണ്ട്. നെഗറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റിയെക്കാളും കൂടുതലായിരിക്കും. നെഗറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റി പോസിറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റിയെക്കാളും കൂടുതലായിരിക്കും. Alright, because the negative charges എന്ന് പറയുന്നത് there are more charges within a smaller length. Alright, whereas positive charges per unit length, number of positive charges per unit length എന്ന് പറയുന്നത് number of negative charges per unit lengthനേക്കാളും കുറവായിരിക്കും. Right? So in this frame, the wire carries a net negative charge. Okay, ഇപ്പോൾ ഈ പറഞ്ഞായിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കാണാം. ലാംഡ പ്ലസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വാണ്ടിറ്റി ഓഫ് പോസിറ്റീവ് ചാർജസ് ഡിവൈഡഡ് ബൈ എൽ പ്ലസ്. റൈറ്റ്, എൽ പ്ലസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് ക്യാരിങ് പോസിറ്റീവ് ചാർജസ്. Right, so that's quantity of positive charges divided by L0 divided by gamma plus. Right, L0 divided by gamma plus. Gamma plus എന്തായിരുന്നു? Gamma plus is the gamma factor corresponding to the velocity v plus 1 by square root of 1 minus v plus square by c square. V plus എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജസ് മൂവ് ചെയ്യുന്ന സ്പീഡാണ്. അപ്പോൾ ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ we can write this gamma plus multiplied by lambda 0. Right? കാരണം quantity of positive charges divided by L0 എന്ന് പറയുന്നത് it is lambda 0. Right? Lambda 0. അതായത് lambda 0 എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ കണ്ടക്ടർ റെസ്റ്റിലായിരിക്കുന്ന ചാർജസ് റെസ്റ്റിലായിരിക്കുന്ന ഫ്രെയിമിലുള്ള ചാർജ് ഡെൻസിറ്റിയാണ്. ലാംഡ 0 is the charge density of positive line in its own rest frame. Alright, in its own rest frame. Alright. The charge density of negative line in its own rest frame എന്ന് പറയുന്നത് മൈനസ് ലാംഡ 0 ആണ്. നമുക്ക് പോസിറ്റീവ് ലൈൻ ഉണ്ട്, നെഗറ്റീവ് ലൈൻ ഉണ്ട്. ഈ പോസിറ്റീവ് ലൈൻ റെസ്റ്റിലായിരിക്കുന്ന ഫ്രെയിമിൽ നിന്ന് പോസിറ്റീവ് ചാർജസ് റെസ്റ്റിലായിരിക്കുന്ന ഫ്രെയിമിലുള്ള ചാർജ് ഡെൻസിറ്റിയാണ് ലാംഡ 0. നെഗറ്റീവ് ചാർജസ് റെസ്റ്റിലായിരിക്കുന്ന ഫ്രെയിമിലുള്ള ചാർജ് ഡെൻസിറ്റിയാണ് മൈനസ് ലാംഡ 0. മൈനസ് ലാംഡ 0. അപ്പോൾ ഇവിടെ ലെങ്ത് കോൺട്രാക്ഷൻ ഫാക്ടർ വരുന്നത് ഗാമ മൈനസ് ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് what do you say, the net line charge density of negative charges lambda minus equal to minus gamma minus lambda 0. Minus gamma minus lambda 0. Right? Lambda 0 എന്നുള്ളതിനെ proper charge density എന്നോ the charge density of the charge density in the rest frame എന്നൊക്കെ വിളിക്കും. അതായത് charge density in rest frame എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജസിനും നെഗറ്റീവ് ചാർജസിനും ഈക്വൽ ആണ്. ഇറ്റ്സ് ദ സെയിം ലാംഡ 0. ഓക്കെ, അത് പോസിറ്റീവ് ചാർജസിന് പ്ലസ് ലാംഡ 0 ആണെങ്കിൽ നെഗറ്റീവ് ചാർജസിന് മൈനസ് ലാംഡ 0. പക്ഷേ നമ്മുടെ എസ് ബാർ ഫ്രെയിമിൽ നോക്കുമ്പോൾ ഉള്ള ചാർജ് ലാംഡ പ്ലസ് എന്ന് പറയുന്നത് ഗാമ പ്ലസ് ലാംഡ 0യും ലാംഡ മൈനസ് എന്ന് പറയുന്നത് മൈനസ് ഗാമ മൈനസ് ലാംഡ 0യും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതാൻ, അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ലാംഡ പ്ലസ് മൈനസ് ഈക്വൽ ടു പ്ലസ് മൈനസ് ഗാമ പ്ലസ് മൈനസ് ലാംഡ 0. നമുക്ക് ഇവിടെ ഒരു മൈനസ് സൈനും കൂടെ ഉണ്ട്. സോ പ്ലസ് ഓർ മൈനസ് ഗാമ പ്ലസ് ഓർ മൈനസ് ലാംഡ 0 എന്ന് എഴുതാം. ഈ ഗാമ പ്ലസ് മൈനസ് എന്തായിരുന്നു? ദാറ്റ് ഈസ് the Lorentz gamma factor corresponding to the velocities v plus and v minus. Okay, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 by 1 minus, there was a square root here. Okay, there was a square root there. 1 by square root of 1 minus v plus minus square divided by c square. Okay, അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലാംഡ 0 എന്ന് പറയുന്നത് എസ് എന്നുള്ള ഫ്രെയിമിലുള്ള ചാർജ് ഡെൻസിറ്റി അല്ല. റൈറ്റ്, എസ് എന്നുള്ള ഫ്രെയിമിലുള്ള ചാർജ് ഡെൻസിറ്റി അല്ല ലാംഡ 0. എസ് എന്നുള്ള ഫ്രെയിമിലുള്ള ചാർജ് ഡെൻസിറ്റി ലാംഡ തന്നെയാണ്. Okay, എസ് എന്നുള്ള ഫ്രെയിമിലുള്ള ചാർജ് ഡെൻസിറ്റി ഇറ്റ് ഈസ് ലാംഡ ഇറ്റ് സെൽഫ്. റൈറ്റ്, എസ് എന്നുള്ള ഫ്രെയിമിൽ ചാർജസ് ഓൾറെഡി മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചാർജസ് ഓൾറെഡി ആർ മൂവിങ് വിത്ത് വെലോസിറ്റി v ഇൻ ദ ഫ്രെയിം എസ്. റൈറ്റ്, അപ്പോൾ ലാംഡ 0 എന്ന് പറയുന്നത് ഈ ചാർജസ് റെസ്റ്റിലുള്ള ഫ്രെയിമിലുള്ള ചാർജ് ഡെൻസിറ്റിയാണ്, എസ് ഫ്രെയിമിലുള്ള ചാർജ് ഡെൻസിറ്റി അല്ല. റൈറ്റ്, സോ വി ഹാവ് ടു റിമെമ്പർ ദിസ്. ഓക്കെ, അപ്പോൾ ചാർജ് ഡെൻസിറ്റി ലാംഡ ഇൻ ദ ഫ്രെയിം എസ്, എസ് എന്നുള്ള ഫ്രെയിമിലുള്ള ചാർജ് ഡെൻസിറ്റി ഇറ്റ്സ് റിലേറ്റഡ് ടു ലാംഡ 0 ബൈ ദിസ് റിലേഷൻ ലാംഡ ഇസ് ഈക്വൽ gamma multiplied by lambda 0. Right, so lambda is equal to gamma multiplied by lambda 0. എന്തുകൊണ്ടാണ്? ലാംഡ എസ് എന്നുള്ള ഫ്രെയിമിൽ ഓൾറെഡി ഈ ചാർജസ് v എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് കറസ്പോണ്ടിംഗ്ലി there is a Lorentz gamma factor 1
Lorentz gamma factor, gamma is equal to 1 by square root of 1 minus v square by c square. There is length contraction correspondingly, and the charge density is related to the proper charge density by this gamma factor due to length contraction. All right. So with gamma, I think I missed a square root everywhere. Gamma is equal to 1 by square root of 1 minus v square by c square. All right. ഇനി അടുത്തത് കുറച്ചുള്ളത് ഈ ഗാമ പ്ലസ് മൈനസിനെ സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ്. സോ ദാറ്റ്സ് നോട്ട് വെരി കോംപ്ലിക്കേറ്റഡ്. ഒക്കെ ഇറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് സ്ക്വയേഴ്സ്, ക്യാൻസലിംഗ് ആൻഡ് ടേക്കിംഗ് what is LCM etc. But that's just algebra. I have provided in the notes. Okay, നമ്മൾ നോട്ട്സിന്റെ PDF നോക്കുകയാണെങ്കിൽ അതിൽ എൻ്റെ ഡീറ്റെയിൽ സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പോൾ അത് ചെയ്ത് സമയം കളയുന്നില്ല. I just want to simplify gamma plus minus 1 by square is equal to 1 by square root of 1 minus v plus minus square divided by c square. Okay, ഇപ്പോൾ v plus minus എന്നുള്ളതിന് നമ്മൾ v plus ആണെങ്കിൽ v minus u divided by 1 minus vu by c square ഇത് സ്ക്വയർ ചെയ്യും. And then after some steps there are some simplifications. So just expand here, some of the terms will cancel and then you combine them again and you get the final result like so. Right, you can go through the steps. I'm not going through the steps in detail right now. Okay, the final result is this: gamma plus minus equal to 1 minus plus vu by c square divided by. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഗാമ പ്ലസിന്റെ ഡെഫിനേഷനിൽ ഇത് ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. ഗാമ പ്ലസിന്റെ ഡെഫിനേഷനിലുള്ള ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് വിയും യുവും ആണ്. റൈറ്റ്, വി ആൻഡ് യു. ഗാമ പ്ലസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വി പ്ലസ് എന്ന് പറയുന്നത് വി മൈനസ് യു ഡിവൈഡ് ബൈ 1 മൈനസ് യു വി ബൈ സി സ്ക്വയർ. അപ്പൊ അതിലുള്ള ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് വി ആൻഡ് യു ആണ്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ന്യൂമറേറ്റർ 1 മൈനസ് പ്ലസ് യു വി ബൈ സി സ്ക്വയർ 1 minus plus uv by c square ആണ്. ഡിനോമിനേറ്ററിൽ നമുക്കുള്ളത് സ്ക്വയർ റൂട്ട് ഓഫ് 1 minus v square by c square and square root of 1 minus u square by c square. Right? So this, I think it's easy to remember if you want to remember it. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് the full steps detailed ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ we can usually we do this, we can write after some steps, okay, after some algebra we come to this step. Right, if you don't have the time, if you have the time and you are quick, you can just go through all the steps and come to this result. നമ്മളിവിടെ നോക്കാൻ ഡിനോമിനേറ്ററിലുള്ളത് 1 minus v square by c square 1 minus u square by c square ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മൾ പിന്നീടും ഉപയോഗിക്കുന്നുണ്ടാവും. ഈ രീതിയിലുള്ള ഗാമ പ്ലസ് മൈനസ് പോലുള്ള ഗാമ ഫാക്ടേഴ്സ് നമുക്ക് പിന്നീടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. സോ യു റിമെമ്പർ ദാറ്റ് in the numerator it is 1 minus plus vu by c square and the denominator is square root of 1 minus v square by c square 1 minus u square by c square. ഇനി 1 by square root of 1 minus v square by c square എന്ന് പറയുന്നത് it's a gamma factor corresponding to velocity v. Okay, 1 by square root of 1 minus v square by c square എന്ന് പറയുന്നത് this is the gamma factor corresponding to velocity v. Alright, so you have got ഇതിനെ നമുക്ക് ഗാമ എന്ന് എഴുതുകയാണെങ്കിൽ you have got gamma 1 minus plus uv by c square square root of 1 minus u square by c square. Right? This is also a gamma factor. 1 by square root of 1 minus u square by c square എന്ന് പറയുന്ന ഒരു gamma factor ആണ്. It's the gamma factor corresponding to velocity u. തൽക്കാലം നമുക്ക് ഈ ഒരു ഇതിനെ മാത്രം നമുക്ക് ഗാമ എന്ന് എഴുതാം. Right? Otherwise we'll have to use more and more subscripts, okay, which gets complicated. അപ്പോൾ റിസൾട്ട് ഞാൻ ഇവിടെ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ പിന്നീട് ഉപയോഗിക്കാനുള്ളതുണ്ട്. ഗാമ പ്ലസ് ആണെങ്കിൽ ഗാമ പ്ലസ് ആണെങ്കിൽ ഇറ്റ് ഇസ് 1 by square root of 1 minus v plus by c square. v plus എന്ന് പറയുന്നത് v minus u divided by 1 minus vu by c square ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു and then you simplify, what you get is, right, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഈ ഫാക്ടർ അങ്ങനെ തന്നെ ന്യൂമറേറ്ററിൽ വരികയാണ് 1 minus uv by c square. Right? ഇവിടെയുള്ള ഈ ഫാക്ടർ അങ്ങനെ തന്നെ ന്യൂമറേറ്ററിൽ വരികയാണ് 1 minus uv by c square. It's easy to remember. ഡിനോമിനേറ്ററിൽ വരുന്നത് ഈ സ്ക്വയർ റൂട്ട് ഓഫ് 1 minus v square by c square square root of 1 minus u square by c square ആണ്. Okay, I think it's easy to remember this. Okay, the same thing happens here also. Gamma minus എന്ന് പറയുന്നത് 1 by square root of 1 minus v minus square by c square ആണ്. Alright, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ v minus എന്ന് പറയുന്നത് v plus u divided by 1 plus uv by c square. Right? ഈ സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു റിമെമ്പർ, കാരണം ഇതിന്റെ ഫൈനൽ ആൻസറിൽ വരുന്നത് ഈ ഫാക്ടർ ആണ്. ന്യൂമറേറ്ററിൽ വരുന്ന 1 plus uv by c square ആണ്. That's there. Right? So I think you can write up to this step and then jump to the final step. And in between you can simply write after some algebra. Okay, after some algebra. Okay. Denominator വരുന്നത് 1 minus square root of v square by c square 1 minus square root of u square by c square. Okay. So this is easy to remember. Alright, അപ്പോൾ നമ്മൾ ലാംഡ പ്ലസും ലാംഡ മൈനസും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് എസ് ബാറിലുള്ള നെറ്റ് ലൈൻ ചാർജ് എന്താണ്, വാട്ട്സ് ദ ടോട്ടൽ ലൈൻ ചാർജ് ഇൻ ദ ഫ്രെയിം എസ് ബാർ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമ്മൾ കണ്ടു എസ് എന്നുള്ള ഫ്രെയിമിൽ ഇറ്റ് വാസ് ന്യൂട്രൽ, the conductor was neutral. What happens in the frame S bar? നമ്മൾ S bar നോക്കുകയാണെങ്കിൽ
lambda total എന്ന് പറയുന്നത് lambda plus lambda minus, obviously the total charge, right? But lambda plus എന്താണ്? It's related to the proper charge density, if you like, which we called as lambda 0. So gamma plus multiplied by lambda 0 plus gamma minus multiplied by minus lambda 0. Right? നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു lambda plus എന്ന് പറയുന്നത് gamma plus multiplied by lambda 0 ആണ്. Lambda minus എന്ന് പറയുന്നത് gamma minus multiplied by minus lambda 0 ആണ്. Minus lambda 0 എന്ന് പറയുന്നത് it's a charge density of negative charges, all right? Of negative charges in the frame, in the rest frame, in the rest frame of the charges, all right? അതിനെ നമ്മൾ പോസിറ്റീവ് ലൈൻ ചാർജ് ഡെൻസിറ്റി ടേംസിലാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് മൈനസ് ഓഫ് ലാംഡ 0. നെഗറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സിംപ്ലി മൈനസ് ഓഫ് ലാംഡ 0, റൈറ്റ്? സോ ലാംഡ 0 ഗാമ പ്ലസ് മൈനസ് ഗാമ മൈനസ്. ഇനി ഗാമ പ്ലസ് മൈനസ് ഗാമ മൈനസ് കണ്ടുപിടിക്കണം. ഗാമ പ്ലസ് നമുക്ക് അവിടെ ഓൾറെഡി ഉണ്ട്, ഗാമ മൈനസ് ഇസ് ഹിയർ. രണ്ടിലും we have already found this. You take this, you do this, and you make this simplification. It's simple. The denominator same one, so you just combine this thing and you get this minus 2 gamma uv by c square, square root of 1 minus u square by c square, right? അതായത് total line charge in the frame s bar എന്ന് പറയുന്നത്, right? After simplification you see that lambda total is equal to minus 2 lambda uv divided by c square, square root of 1 minus u square by c square, right? അപ്പോൾ നമ്മളിവിടെ കാണുന്ന കാര്യം S എന്നുള്ള ഫ്രെയിമിൽ ടോട്ടൽ ലൈൻ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 0 ആയിരുന്നു. It was 0. There was no electric force. There was no electric field. അതേസമയം എസ് ബാർ എന്നുള്ള ഫ്രെയിമിലുള്ള ചാർജ് ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡ്യൂ ടു ലോറൻസ് കോൺട്രാക്ഷൻ, അൺഈക്വൽ ലോറൻസ് കോൺട്രാക്ഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലൈൻ, റൈറ്റ്? യു സീ ദാറ്റ് there is a non-zero charge density in the frame S bar, right? The calculation fairly straightforward. There is nothing confusing about it. So we get this final result. Lambda total is equal to minus 2 lambda uv divided by c square into square root of 1 minus u square by c square. So what's the result that we got here? So as a consequence of unequal Lorentz contraction of the positive and negative lines, a current carrying wire that is electrically neutral in one inertial system will be charged in the other. ഒരു ഫ്രെയിമിൽ electrically neutral ആയിട്ടുള്ള ഒരു കണ്ടക്ടർ വേറൊരു ഫ്രെയിമിൽ ചാർജ്ഡ് ആയിരിക്കും. Alright. So in the frame S, there is no electric force on charge Q. നമ്മൾ S ഫ്രെയിമിൽ ചാർജ്, നമ്മുടെ ടെസ്റ്റ് ചാർജ് ക്യൂവിൽ ഇലക്ട്രിക് ഫോഴ്സ് ഒന്നുമില്ല, കാരണം ദ കണ്ടക്ടർ ഇസ് ന്യൂട്രൽ ഇൻ ദ ഫ്രെയിം എസ്, റൈറ്റ്? പക്ഷേ എസ് ബാറിൽ കണ്ടക്ടറിന് ഒരു ടോട്ടൽ നെറ്റ് ചാർജ് ഡെൻസിറ്റി ഉണ്ട്. സോ ദർ വിൽ ബി ആൻ ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് ദിസ് ഇലക്ട്രിക് ഫോഴ്സ് വിൽ ബി ആക്ടിംഗ് ഓൺ ദ ടെസ്റ്റ് ചാർജ് ക്യൂ. Okay, so the wire is not neutral and so there is an electric field in this frame and hence an electric force on charge Q. All right. Okay, അപ്പോൾ ഇത് നമ്മൾ മുൻപ് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ലാംഡ ടോട്ടൽ ഒരു ലൈൻ ചാർജ് ഡെൻസിറ്റി ഉണ്ട്, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ചാർജ് ഡെൻസിറ്റി ലാംഡ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ യൂസ് whatever method you like, but we can find this, and the electric field due to a long conductor is given by E vector of R is equal to lambda total divided by 2 pi epsilon 0 R, R vector k, right? അതായത് ഈ ആർ എന്ന് പറയുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ആർ, റൈറ്റ്? അറ്റ് ഈ കണ്ടക്ടറിന്റെ ആക്സിസിൽ നിന്ന് ആർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ, റൈറ്റ്? കണ്ടക്ടറിന്റെ ആക്സിസിൽ നിന്ന് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഫ്രം ദ ടോട്ടൽ ചാർജ് ഡെൻസിറ്റി. ഈ കണ്ടക്ടറിന്റെ ലൈൻ ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് അറിയണം. ആൻഡ് ഇറ്റ് ഗോസ് ഡൗൺ വിത്ത് ഡിസ്റ്റൻസ്, റൈറ്റ്? ഇറ്റ് ഗോസ് ഡൗൺ വിത്ത് ഡിസ്റ്റൻസ്. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആർ ക്യാപ്. ഓക്കെ, ആർ ക്യാപ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡയറക്ഷനാണ്. ദിസ് ഇസ് ആർ ക്യാപ് ഡയറക്ഷൻ, റൈറ്റ്? ഓക്കെ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ യു സീ ദാറ്റ് ഇറ്റ്സ് പോയിന്റിംഗ് എവേ ഫ്രം ദ കണ്ടക്ടർ. ഇറ്റ്സ് പോയിന്റിംഗ് എവേ ഫ്രം ദ കണ്ടക്ടർ. അതാണ് ഇവിടെ ആർ ക്യാപ് ഡയറക്ഷനാണ് ഇവിടെ ആരോ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ എന്താ ഉള്ളത്? ഒരു ഇലക്ട്രിക് ഫോഴ്സും ഉണ്ട്. ഇലക്ട്രിക് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സിംപ്ലി മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ ചാർജ്, റൈറ്റ്? അപ്പോൾ എഫ് ബാർ, നമുക്ക് എസ് ബാറിലുള്ള ഫോഴ്സിനെ എഫ് ബാർ എന്ന് വിളിക്കാം. എഫ് ബാർ ഇസ് ഈക്വൽ ടു ക്യൂ മൾട്ടിപ്ലൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഫ്രെയിം എസ് ബാർ. ഒക്കെ വേണമെങ്കിൽ ഇവിടെ ഈ ബാർ എന്ന് എഴുതാം. ഓക്കെ, ഇഫ് യു വാണ്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇ ബാർ, റൈറ്റ്? സോ ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു Q multiplied by ഈ ലാംഡ ടോട്ടൽ നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ലാംഡ ടോട്ടൽ ഇസ് ടു മൈനസ് 2 ലാംഡ യു ബൈ സി സ്ക്വയർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. ലാംഡ ടോട്ടലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് യു ഗെറ്റ് എൻ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. ഓക്കെ,
അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കാര്യം എസ് എന്നുള്ള ഫ്രെയിമിൽ ഇലക്ട്രിക് ഫോഴ്സ് ഒന്നുമില്ല, ക്യൂ എന്നുള്ള ചാർജിന്റെ മുകളിൽ ഇലക്ട്രിക് ഫോഴ്സ് ഒന്നുമില്ല. പക്ഷെ എസ് ബാർ എന്നുള്ള ഫ്രെയിമിൽ ക്യൂ എന്നുള്ള ചാർജിന്റെ മുകളിൽ ഒരു ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ എസ് ബാർ എന്നുള്ള ഫ്രെയിമിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ എസ് എന്നുള്ള ഫ്രെയിമിൽ ഒരു ഫോഴ്സ് ഉണ്ടാവണം. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫോഴ്സസ് ഒരു ഇനർഷ്യൽ ഫ്രെയിമിൽ നിന്ന് വേറെ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്കറിയാം. വി നോ ഹൗ ദ ഫോഴ്സസ് ട്രാൻസ്ഫോം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോഴ്സിന്റെ കോമ്പണൻസ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതിന്റെ റൂൾസ് ഡിറൈവ് ചെയ്തിരുന്നു. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. Right? So if there's a force on Q in the frame S bar, there must be one in the frame S also. How do we find this? Okay, we find this by the transformation rule that we are familiar with. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ റൂൾസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ യു എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, നമ്മുടെ പാർട്ടിക്കിളിന്റെ സ്പീഡ് നമ്മൾ എടുക്കുന്ന ഇനീഷ്യൽ ഫ്രെയിമിൽ 0 ആണെങ്കിൽ the transformation rules were simple. Right? We saw that the transverse components of forces ട്രാൻസ്ഫോംഡ് ലൈൻസ്. ഇത് ട്രാൻസ്വേഴ്സ് കോമ്പണന്റ് എന്ന് പറയാൻ കാരണം ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് മോഷന്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്, ഈ ഫ്രെയിംസ് തമ്മിലുള്ള റിലേറ്റീവ് മൂവ്മെന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ട്രാൻസ്വേഴ്സ് കോമ്പണൻസ് എന്ന് പറയുന്നത്. Z കോമ്പണന്റും Y കോമ്പണന്റും. Right? So they transform like this. It's square root of 1 minus u square by c square f bar. Right? ഇത് എഫ് ബാറിലെ ഫോഴ്സ് നമുക്കറിയാം. എഫ് ബാർ എന്നുള്ള ഫ്രെയിമിൽ നമ്മുടെ ചാർജ് റെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ എസ് എന്നുള്ള ഫ്രെയിമിലെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഈ ഗാമ ഫാക്ടർ 1 ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 ഗാമ എന്നുള്ള ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Okay, this we derived in the last class. We want square root of 1 minus u square by c square and multiply, but this gets cancelled with that, and you have got minus lambda v pi epsilon 0 c square q u divided by s. അതായത് ഇലക്ട്രിക് ഫോഴ്സ് ഒന്നും ഇല്ലാതിരുന്ന ഫ്രെയിം എസിൽ വേറെ ഏതൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ റൂൾ ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചത്. ഫോഴ്സസ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നോക്കിയിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചത്. സോ ദാറ്റ്സ് ഈക്വൽ ടു അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ്. സോ വി സീ ദാറ്റ് ദ ചാർജ് ഇസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ വയർ ബൈ എ ഫോഴ്സ് ദാറ്റ് ഇസ് പ്യൂർലി ഇലക്ട്രിക്കൽ ഇൻ എസ് ബാർ. അട്രാക്റ്റഡ് എന്ന് പറയാൻ കാരണം ഇവിടെ മൈനസ് സൈൻ ഉള്ളതുകൊണ്ടാണ് ഇറ്റ്സ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ കണ്ടക്ടർ. കണ്ടക്ടറിൽ നിന്ന് പുറത്തേക്കുള്ള ഡയറക്ഷനാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. Right? So attraction എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനാണ്. That's why we have a minus sign here. So it's minus lambda v pi epsilon 0 c square qu divided by s. Okay, s എന്ന് പറയുന്നത് അതിനുള്ള ഡിസ്റ്റൻസ്, കണ്ടക്ടർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. So what we find is that the charge is attracted toward the wire by a force that's purely electrical in S bar. Fine, this we found. Okay. The force in S cannot be electrical. Right? The force S എന്നുള്ള ഫ്രെയിമിൽ ഒരു ഫോഴ്സ് ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ കൺക്ലൂഡ് ചെയ്തത്. But this force in S cannot be electrical because the conductor was neutral in the frame S. S എന്നുള്ള ഫ്രെയിമിൽ കണ്ടക്ടർ ന്യൂട്രൽ ആണ്. It cannot be electrical, but there is a force. ഇത് electrical അല്ലെങ്കിൽ we have found that there is some other force existing. Right? There is something else going on there. ഈ സംതിങ് എൽസിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. Right? So this other force has to be magnetic. Alright? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയാണ്. ഇതിന്റെ കാൽക്കുലേഷനിൽ നമ്മൾ if you got lost in the calculations, what happened is very simple. നമ്മൾ ആദ്യം ഫ്രെയിം എസ് എടുത്തു. ഫ്രെയിം എസ് എടുത്തു. ഇവിടെ ഒരു ചാർജ് യു എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. Right? There is a conductor that is neutral in the frame S. Right? Neutral. അപ്പോൾ ഈ ഫ്രെയിമിൽ എന്താണ്? No electrostatic field, or let's say no electric force. Alright? ഇനി നമ്മൾ എന്താണ് ചെയ്തത്? We went to another frame S bar. ഈ ഫ്രെയിമിൽ what's happening? The charge is at rest. Right? The charge is at rest. Alright? ഇനി ഇവിടെ ഇത് ന്യൂട്രൽ ആണെന്ന് അറിയാം. ഇത് ഈ കണ്ടക്ടർ ന്യൂട്രൽ ആണെന്ന് അറിയാം. ഇവിടെ ന്യൂട്രൽ ആണെങ്കിൽ you see that in here നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തി നോക്കുമ്പോൾ ഡ്യൂ ടു ദ അൺഈക്വൽ ലോറൻസ് കോൺട്രാക്ഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്, പോസിറ്റീവ് കണ്ടക്ടറിന്റെ നെഗറ്റീവ് കണ്ടക്ടറിന്റെ അൺഈക്വൽ ലോറൻസ് കോൺട്രാക്ഷൻ കാരണം നമ്മൾ കാണുന്നത് ഇവിടെ ന്യൂട്രൽ ആയിരിക്കുന്ന കണ്ടക്ടർ ഇവിടെ ന്യൂട്രൽ അല്ല. ദിസ് ഇസ് ചാർജ്. ഇറ്റ് ഹാസ് എ നെറ്റ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇതിന് നെറ്റ് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇതിനൊരു നെറ്റ് ചാർജ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് there's an electric force acting. നമ്മൾ ഇലക്ട്രിക് ഫോഴ്സ് കണ്ടുപിടിച്ചു. ആദ്യം നമ്മൾ ഇതിന്റെ ചാർജ് കണ്ടുപിടിച്ചു. ഫൗണ്ട് ദ നെറ്റ് ചാർജ് density, we called it as lambda total. There's a charge q. അപ്പോൾ ഈ q-ന്റെ മുകളിലുള്ള ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സിംപ്ലി q multiplied by e. Alright? അപ്പോൾ ഒരു ലോങ് കണ്ടക്ടർ, ഒരു പെർട്ടിക്കുലർ ലൈൻ ചാർജ് ഡെൻസിറ്റി ലോങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. We found the electric field of this conductor in the frame S bar. We found the force. Okay? ഈ ഫ്രെയിമിൽ ഒരു ഫോഴ്സ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇനി നമ്മൾ ചെയ്ത് ഫോഴ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ റൂൾ ഉപയോഗിച്ച് എഫ് ബാർ എന്നുള്ള ഫ്രെയിം ഉണ്ടെങ്കിൽ
എസ് ബാർ എന്നുള്ള ഫ്രെയിമിനെ അപേക്ഷിച്ച് -u എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്ന എസ് എന്നുള്ള ഫ്രെയിം ഉണ്ട്. എസ് ഫ്രെയിമിലെ ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, അതായത് ഫോഴ്സിന്റെ കോമ്പണൻസ് എങ്ങനെയാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷനിലൂടെ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള റൂൾസ് ഉപയോഗിച്ച്, അതായത് ഫോഴ്സിന്റെ കോമ്പണൻസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള നമ്മുടെ അറിവ് ഉപയോഗിച്ച് നമ്മൾ ഫ്രെയിം എസിൽ ഒരു ഫോഴ്സ് കണ്ടുപിടിച്ചു. റൈറ്റ്, വി സി ദാറ്റ് ദിസ് ഫോഴ്സ്, അപ്പോൾ അത് ഫ്രെയിം എസിൽ ഒരു നോൺ സീറോ ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ട് എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഈ ഫോഴ്സ് ഇലക്ട്രിക് ആവാൻ സാധ്യത, ഇറ്റ് കനോട്ട് ബി ഇലക്ട്രോസ്റ്റാറ്റിക്, സോ ഇറ്റ് ഹാസ് ടു ബി മാഗ്നറ്റിക്. ഓൾറൈറ്റ്, ദിസ് ഫോഴ്സ് ഹാസ് ടു ബി മാഗ്നറ്റിക്. ഓൾറൈറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓൾറൈറ്റ്, we started with a simple setup in the frame S. Conductor is neutral, the charge is moving. We don't know anything about magnetostatics or magnetic forces. Made a Lorentz, we went to another frame S bar. ഈ ഫ്രെയിമിൽ ഈ കണ്ടക്ടർ ന്യൂട്രൽ അല്ല, ചാർജ്ഡ് ആണ്. ചാർജ്ഡ് ആയതുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. We found that electrostatic force using the rules that we know, and then we Lorentz transformed back to the frame S, and we see that there's a non-zero force in the frame S also. The force in the frame S cannot be zero. So it cannot be electrostatic because it's neutral, so it has to be magnetic. All right. ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ, അതായത് നമുക്ക് ഇങ്ങനെ റിസൾട്ട് അറിയാം, സി ഇസ് ഈക്വൽ ടു 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എപ്സിലോൺ സീറോ മ്യൂ സീറോ. റൈറ്റ്, അപ്പോൾ സി സ്ക്വയർ എന്നുള്ളതിന് 1 ബൈ എപ്സിലോൺ സീറോ മ്യൂ സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ലാംഡ വി എന്നുള്ളതിന് നമുക്ക് കറണ്ടിന്റെ ടേംസിൽ നമ്മൾ ആദ്യമേ എഴുതിയ കാര്യമാണ്. ഓൾറെഡി ഹാഡ് ദിസ് ഹിയർ. നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. എസ് എന്നുള്ള ഫ്രെയിമിലുള്ള നെറ്റ് കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, വി ഹാവ് ഇറ്റ് ഹിയർ. റൈറ്റ്, അതായത് എസ് എന്നുള്ള ഫ്രെയിമിലാണിത്. എസ് എന്നുള്ള ഫ്രെയിമിലുള്ള നെറ്റ് കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇറ്റ്സ് ട്വൈസ് ലാംഡ വി. ഓക്കെ, അപ്പോൾ ലാംഡ വി എന്ന് പറയുന്നതിന് നമുക്ക് ഐ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, സോ വി മേക്ക് ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ. റൈറ്റ്, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ യു സീ ദാറ്റ് ഇറ്റ് സിംപ്ലിഫൈസ് നൈസ്ലി and we get this result f equal to minus qu mu 0 I divided by 2 pi s. Alright, അപ്പോൾ നമ്മളിത് നിങ്ങൾ മുൻപ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിലുള്ള ടേം എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ലോങ് സ്ട്രെയിറ്റ് വയർ. ഇറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ലോങ് സ്ട്രെയിറ്റ് വയർ. ഓക്കെ, ഈ ലോങ് സ്ട്രെയിറ്റ് വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ്സ് ഈക്വൽ ടു mu 0 I divided by 2 pi s. Alright, അപ്പോൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ആക്ച്വലി ഗോയിങ് അറൗണ്ട്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ആക്ച്വലി അറൗണ്ട്. നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. കറണ്ടിന്റെ ഡയറക്ഷൻ അവിടെ തമ്പ് വയ്ക്കുകയാണെങ്കിൽ യു സീ ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് സർക്കിളിംഗ് അറൗണ്ട് ദ കണ്ടക്ടർ. ഓക്കെ, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ ഒരു ചാർജ് ക്യൂ. ഓക്കെ, സപ്പോസ് ദർ ഇസ് എ ചാർജ് ക്യൂ മൂവിങ് അറ്റ് എ സ്പീഡ് u in the positive x direction. ഇങ്ങനെ u എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്നൊരു ചാർജ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡാണ് മൈനസ് mu 0 I divided by 2 pi s. ഓൾറൈറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഇവിടെ ഒരു മൂവിങ് ചാർജ് ഉണ്ട്. മൂവിങ് ചാർജിന്റെ മുകളിലുള്ള ഫോഴ്സ് നമുക്ക് ലോറൻസ് ഫോഴ്സിൽ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ലോറൻസ് ഫോഴ്സിൽ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് f is equal to, what was it, q. What was the Lorentz force law? Is anyone there? Magnetic force. All right, I think it's F is equal to Q U cos B. Is that correct? F is equal to Q U cos B. The cos product ആണുള്ളത്. അപ്പോൾ U എന്നുള്ള സ്പീഡ് ഇങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ്, so U is also in this direction. Yeah, U is also in the positive x direction. Okay, അപ്പോൾ നമ്മൾ ഇതിന്റെ കോസ് പ്രോഡക്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ചെയ്യേണ്ടത്, you put your index finger, use the, what do you use? You use the right hand rule. All right, so you put your index finger towards U. Okay, B vector is going into, right, നമ്മളിവിടെ ഈ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ, ഈ പെർട്ടിക്കുലർ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ B vector is going into the page. All right, it's going into the page. All right, നമ്മൾ so how do we calculate this? Yeah, you put your index fingers in the direction of U vector, curl the other fingers towards B vector, and you see that this is the direction of magnetic force. This is, thumb gives you the direction of magnetic force. All right, നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്തത് കണ്ടക്ടറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡയറക്ഷനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു minus sign വന്നിട്ടുള്ളത്. That's why we have got a minus sign there. All right, so this minus sign says that the force is towards the conductor. This minus sign says that
the force, the direction of force is towards the conductor. The direction of force is towards the conductor, right? So that's what this minus sign means. So it's an attractive, the force is attractive, right? So the force is precisely what we would have obtained by using the Lorentz force law in the system S, right? About U and B are perpendicular, so U cos B, you can simply write it as UB, this is B, and then we get this result, all right? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലോറൻസ് ഫോഴ്സ് ലോയും മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന റിസൾട്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ റൂൾസും ലോറൻസ് ട്രാൻസ്ഫോർമേഷനും മാത്രം ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ദാറ്റ്സ് വാട്ട് വി ഹാവ് ഡൺ. ഓക്കെ, അപ്പോൾ അതുപോലെ ഇതിന്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ യു ഇസ് ഗ്രേറ്റർ ദാൻ 0, റൈറ്റ്? നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ടെസ്റ്റ് പാർട്ടിക്കിൾ ക്യൂ എന്നുള്ളതിന്റെ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്. അതായത് യു ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്. യു ലെസ് ദാൻ 0 ആണെങ്കിൽ ഇറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ദെൻ ദ ഫോഴ്സ് ഇസ് റിപ്പൾസീവ്, റൈറ്റ്? സോ if u is less than 0, right, or if the charge is moving in the negative x direction, അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് റിപ്പൾസീവ് ആയിരിക്കും. Okay, so what we have seen here is that we have seen an explicit demonstration of how an electric force in one frame of reference is interpreted as a magnetic force in another. Alright, അപ്പോൾ നമ്മളിവിടെ കാണുന്ന കാര്യം ആക്ച്വലി ഇതാണ്. ഒരു ഫ്രെയിമിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്ന കാര്യത്തെ വേറെ ഫ്രെയിമിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്നായിരിക്കും വിളിക്കുക. Alright, so this means that these are connected. Okay, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എൻറ്റയർലി വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള, എൻറ്റയർലി ഫിസിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് അല്ല, എൻറ്റയർലി ഫിസിക്കലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സ് അല്ല. ഓക്കെ, സോ ദേ ട്രാൻസ്ഫോം എമംഗ് ദംസെൽസ്. നമ്മൾ സ്പേസിന്റെയും ടൈമിന്റെയും കാര്യം പറഞ്ഞു. ഒരു ഫ്രെയിമിൽ സ്പേസ് എന്ന് വിളിക്കുന്ന ക്വാണ്ടിറ്റി, ലെങ്ത് എന്ന് പറയുന്നില്ല, സ്പേസ് എന്ന് വിളിക്കുന്ന വേറെ ഫ്രെയിമിൽ സ്പേസിന്റെയും ടൈമിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും. ഒരു ഫ്രെയിമിൽ ടൈം എന്ന് മാത്രം വിളിക്കുന്ന ക്വാണ്ടിറ്റി വേറെ ഫ്രെയിമിൽ സ്പേസിന്റെയും ടൈമിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും. ദിസ് വി ഹാവ് സീൻ, നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷനിൽ ആക്ച്വലി കാണുന്നതാണ്, അല്ലെ? നമ്മൾ പുതിയ ഫ്രെയിമിലുള്ള ടൈം എന്ന് പറയുന്നത് പഴയ ഫ്രെയിമിലുള്ള ടൈമിന്റെയും സ്പേസിന്റെയും കോമ്പിനേഷനാണ്. അതുപോലെ ഒരു ഫ്രെയിമിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് വേറെ ഫ്രെയിമിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വേറെ ഇനേർഷ്യൽ ഫ്രെയിമിൽ ഇറ്റ് വിൽ ബി ഇന്റർപ്രറ്റഡ് ആസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ദിസ് മീൻസ് ദാറ്റ് there is something going on, right? Electric field and magnetic field entirely different. നമ്മൾ പല കാര്യങ്ങളും ഒരുമിച്ച് കമ്പൈൻ ചെയ്തു. നമ്മളിപ്പോൾ എനർജിയെയും മൊമെന്റത്തെയും കമ്പൈൻ ചെയ്ത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഒറ്റ ഫോർ വെക്ടറിന്റെ കോമ്പണൻസ് ആണ് നമ്മൾ മനസ്സിലാക്കി. റൈറ്റ്, അതുപോലെ ടൈമും സ്പേസും നമ്മൾ കമ്പൈൻ ചെയ്തു. വി സോ ദാറ്റ് ദീസ് ആർ നോട്ട് ഡിഫറെന്റ്, ഇറ്റ്സ് പാർട്ട് ഓഫ് എൻ സിംഗിൾ ഫോർ വെക്ടർ. ടൈമും സ്പേസും ഒക്കെ ഒറ്റ ഫോർ വെക്ടറിന്റെ കോമ്പണൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു. റൈറ്റ്, അതുപോലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ കാണുന്നത് what we expect is that electric field and magnetic field are components of some object, some other general object. Right? നമ്മുടെ ആദ്യത്തെ ഗസ് എന്ന് പറയുന്നത് ഒരു ഫോർ വെക്ടറിന്റെ കോമ്പണൻസ് ആയിരിക്കും എന്നുള്ളതാണ്. That's not true. We'll see in the next class that the electric field and magnetic fields are components of a four tensor. ടെൻസറിന്റെ കോമ്പണൻസ് ആണ്. അപ്പോൾ ഈ ടെൻസറിന്റെ ട്രാൻസ്ഫോർമേഷൻ റൂൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ you will see that the electric field and magnetic field transform among themselves. Right? But we have to do some work before that. We'll be doing it in the next couple of classes. Right? അപ്പോൾ ഈ റിസൾട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചെറിയൊരു സർപ്രൈസ് ഫാക്ടർ ഉണ്ട്. യൂഷ്വലി നമ്മൾ ലെങ്ത് കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ലൈറ്റിന്റെ സ്പീഡിന്റെ അടുത്ത സ്പീഡിൽ മാത്രം മൂവ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ബിക്കോസ് ദ ഗാമ ഫാക്ടർ ഇസ് നെഗ്ലിജിബിൾ. അതർവൈസ് ഗാമ ഫാക്ടർ ബിക്കംസ് V/C എന്നുള്ള ഫാക്ടർ വളരെ നെഗ്ലിജിബിൾ ആണ്. പക്ഷെ നമ്മളൊരു കണ്ടക്ടർ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഇലക്ട്രോണുകളും ചാർജുകളും, അല്ലെങ്കിൽ ചാർജസ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നത് ലൈറ്റിന്റെ സ്പീഡിനേക്കാളും വളരെ കുറഞ്ഞ സ്പീഡിലാണ്. ഓക്കെ, ദേ ആർ ട്രാവലിംഗ് അറ്റ് എ വെരി സ്ലോ സ്പീഡ്. റൈറ്റ്, they actually move at a very slow speed, and average speed അല്ലെങ്കിൽ effective speed ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ they are moving at a very slow speed. Right, so for example they take an hour to travel a meter. ഒരു മീറ്റർ ട്രാവൽ ചെയ്യാൻ ഏകദേശം ഒരു അവറോളം എടുക്കും ഇലക്ട്രോണുകൾ, അല്ല ചാർജുകൾ. So it's very slow. ഇത്രയും സ്ലോ ആയിട്ട് മൂവ് ചെയ്തിട്ട് പോലും നമുക്ക് ലെങ്ത് കോൺട്രാക്ഷൻ കാരണമുള്ള എഫക്റ്റ് ആക്ച്വലി ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. We can actually observe this. Right? അതായത് നമ്മളിപ്പോൾ ചെയ്തത് ഒരു കണ്ടക്ടർ, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയിരുന്നുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ലെങ്ത് കോൺട്രാക്ഷൻ, അതിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുന്നത് ലെങ്ത് കോൺട്രാക്ഷൻ കാരണമാണ് എന്നാണ് നമ്മളിപ്പോൾ ആക്ച്വലി കണ്ടത്. വി ഹാവ് സീൻ ദാറ്റ്. അപ്പോൾ ഈ ലെങ്ത് കോൺട്രാക്ഷൻ കാരണമുള്ള എഫക്റ്റ് വളരെ ചെറിയ സ്പീഡിൽ പോലും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതിന്റെ ഒരു കാരണം ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ദീസ് ആർ ആക്ച്വലി വെരി സ്ട്രോങ്. ദീസ് ഫോഴ്സസ് ആർ വെരി വെരി സ്ട്രോങ്. ഓക്കെ, ഇതുകൊണ്ടാണ് റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള എഫക്റ്റ്
നോർമൽ സിറ്റുവേഷൻസിൽ നെഗ്ലിജിബിൾ ആണെങ്കിലും ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഓൾറൈറ്റ്.